പൊങ്കാല സമർപ്പണം ഓരോ ഭക്തഹൃദയങ്ങളുടെയും ഏറ്റവും ശ്രേഷ്ഠവും പുണ്യവുമായ വഴിപാടായി മാറുന്നു. മനസ്സാകുന്ന മണ്ഡലത്തിൽ സൂര്യഭഗവാൻ മാർച്ച് 8 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വലിയവിള മാനവ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് പ്രത്യാശാന്തരത്തോളം പെരുമനിറച്ച ദേശദേവൻ വലിയവിള പൊന്നുമാടൻ തമ്പുരാന്റെ ചരിത്ര പ്രസിദ്ധമായ തിരു ഉത്സവം വരുമ്പോൾ 76 വർഷമായി ക്ഷേത്ര സന്നിധിയിലെ ആനത്തറയിലെ ലക്ഷണമൊത്ത ഗജരാജാക്കന്മാരുടെ ആചാരങ്ങൾ, ഗജരാജാക്കന്മാർക്ക് സമ്മാനദാനം, കെട്ടുകാഴ്ചയിലും ഗജരാജ സംഗമചരാചരങ്ങൾക്കും അനുഗ്രഹം ചൊരിയുന്ന ദേശദേവൻ വലിയവിള പൊന്നുമാടൻ തമ്പുരാന്റെ ചരിത്ര പ്രസിദ്ധമായ തിരുവുത്സവം 2026 ഫെബ്രുവരി 24 മുതൽ 2026 മാർച്ച് 10 വരെ ദേശത്തിന്റെ മഹാമാടൻ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാക്ഷ്യം വഹിച്ച വലിയവിള പൊന്നുമാടൻ തമ്പുരാന്റെ ചരിത്ര പ്രസിദ്ധമായ മണ്ണടരുകളിൽ ലോകത്തിലെ തന്നെ അപൂർവമായ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി പ്രാചീനമായി ആചരിച്ചു വരുന്ന സ്വർണത്തിൽ പൊതിഞ്ഞ തീവെട്ടിയും കൈലാസ സാനുക്കളും ഈ മണ്ണിന്റെ അധിപതിയായി കുടികൊള്ളുന്ന കണ്ണകി ഭാവത്തിലുള്ള ദേവിക്ക് തോറ്റംപാട്ട് നടന്നു വരികയാണ്. നാളെ അതേ അല്ല അതിനകത്തെ അന്ന് നമ്മൾ വിട്ടൊരു വോയിസ് ലെറ്റർ അതുകൊണ്ട് ചിലപ്പോൾ ഈ നാടകപ്രേമികൾ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അവർ എട്ടരയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ തുടങ്ങി നമ്മൾ കടന്നു വന്ന വഴികളിലൂടെ ഒരു സഞ്ചാരമാണ്. ജനകീയമായ ഈ നാടകത്തെ പ്രോത്സാഹിപ്പിക്കുവാനായി എല്ലാം തുടങ്ങാൻ ഇനി താമസമില്ല. ആകെയുള്ള താമസം എല്ലാവരും നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തെക്ക് സൈഡിൽ പ്രധാന ഗ്രൗണ്ടിൽ കസേരയിട്ട് ആരും തന്നെ ഇരിക്കുവാൻ പാടുള്ളതല്ല. ഒന്നുകിൽ താഴെ ഇറങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ക്ഷേത്ര ആൽമര ചുവട്ടിലേക്ക് കസേരയുമായി പോയി അവിടെ ഇരിക്കുക. ക്ഷേത്ര ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നമുക്ക് നാടകം തുടങ്ങേണ്ട സമയം ആയിരിക്കുകയാണ്. എല്ലാവരും ഗ്രൗണ്ടിൽ ഇരുന്ന് എല്ലാവർക്കും ഈ നാടകം ആസ്വദിക്കുവാനുള്ള ഒരവസരം ഉണ്ടാക്കണമെന്ന് ഭഗവാന്റെയും
ദേവിയുടെയും നാമത്തിൽ അറിയിക്കുകയാണ്. എല്ലാവരും തന്നെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നാടകം ഉടൻ തന്നെ ആരംഭിക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും തെക്ക് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. അവരവരുടെ വാഹനങ്ങൾ വടക്ക് സൈഡിലേക്കോ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിലേക്കോ മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. സജ്ജീകരണം ചെയ്യുവാൻ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. എല്ലാ ആൾക്കാരും ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ നാടകം തുടങ്ങാം. പല സ്ഥലത്തായി പലരും ഇരിപ്പുണ്ട്. അതിന് ഫ്രണ്ടിലാണ് ഈ നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളും. അതിനാൽ ഇരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇതൊരു ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായുള്ള പരിപാടിയാണ്. പരമാവധി ക്ഷേത്ര ഉത്സവ ആഘോഷ കമ്മിറ്റിയോട് സഹകരിക്കണം. നിങ്ങൾ ഇരുന്നില്ലെങ്കിൽ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇരുത്തേണ്ട ഒരു സാഹചര്യം വരാം. ആയതിനാൽ നാടകം ഡിലേ ചെയ്യാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഇരുന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നാടകം തുടങ്ങുന്നതിന് ആകെയുള്ള ബുദ്ധിമുട്ട് ഈ നിൽക്കുന്നവർ മാത്രമാണ്. ഹലോ പ്രിയമുള്ളവരെ, നാടകം ആരംഭിക്കുകയാണ്. അതിനു മുൻപ് ഈ വേദിയിലേക്ക് എത്തുന്ന മുഴുവൻ വെളിച്ചവും അണച്ചു നിന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വേദിയിലേക്ക് എത്തുന്ന മുഴുവൻ വെളിച്ചവും അണച്ചു നിന്ന് സഹായിക്കണം. ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികൾ ഒരു കാരണവശാലും തെക്കേ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യരുത്. നേരെ വടക്കേ ഗ്രൗണ്ടിലേക്കോ ക്ഷേത്രത്തിന് പിൻഭാഗത്തേക്കോ പോകേണ്ടതാണ്. നാടകം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇരുന്ന് സഹകരിക്കണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അറിയിക്കുകയാണ്. ഇപ്പോൾ 10-12 തവണ അനൗൺസ് ചെയ്തിട്ടും നിങ്ങൾ ആരും തന്നെ മാറുന്നില്ല, ഇരിക്കുന്നില്ല. ഇത് നല്ലൊരു പ്രവണതയല്ല. നമുക്ക് നാടകം തുടങ്ങണം. സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണം. ഇരിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് റോഡ് സൈഡിലേക്ക് മാറാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ഇട്ട് മാറ്റേണ്ട ഒരു സ്ഥിതിയുണ്ട്. എല്ലാവർക്കും നാടകം ആസ്വദിക്കണം. ആ ക്ഷേത്രത്തിന് വടക്ക് വശമുള്ള ഹൈമാസ് ലൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയുമെങ്കിലും ഓഫ് ചെയ്തിടണം. അതിൻ്റെ വെളിച്ചം സ്റ്റേജിലേക്ക് തന്നെയാണ് എത്തുന്നത്. ക്ഷേത്രത്തിന് വടക്ക് വശമുള്ള ഉയർന്നു നിൽക്കുന്ന ലൈറ്റ് ദയവായി ഓഫ് ചെയ്തിടണം. ആ സ്റ്റേജിലെയും സ്റ്റേജിന് വടക്ക് വശത്തുള്ള മരത്തിലെയും ലൈറ്റുകൾ കൂടി ഓഫ് ചെയ്തിടണം. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയായ ലൈജു ഉടൻ തന്നെ ഈ ക്ഷേത്ര അനൗൺസ്മെന്റ് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയായ ലൈജു ഉടൻ തന്നെ ഷൂട്ട് ചെയ്യുകയും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നാടകത്തിൻ്റെ തുടർ അവതരണങ്ങളെ നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ നാടകം ഷൂട്ട് ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഫോട്ടോകൾ എടുക്കുന്നതിൽ വിരോധമില്ല, പക്ഷേ നാടകം പൂർണ്ണമായും ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ലൈറ്റുകൾ ഓഫ് ചെയ്താൽ ഉടൻ നമുക്ക് നാടകം ആരംഭിക്കാം. ദയവായി വേഗം തന്നെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാടകം നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോണുകളുടെ ശബ്ദം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ സൈലന്റ് മോഡിലേക്ക് മാറ്റുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാടകത്തിൻ്റെ സുഗമമായ അവതരണത്തിന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു.
തമിഴ് മലയാളം സാഹിത്യകാരൻ ജയമോഹൻ്റെ മാടൻ മോക്ഷം എന്ന നോവലിൻ്റെ സ്വതന്ത്ര നാടക അന്വേഷണം മാടൻ മോക്ഷം. അവിടെ കിടന്ന് കുത്തു പറയുമ്പോ സൂക്ഷിക്കണടാ, കളിക്കടാ. പിന്നെ നീ മരുന്നേശ്ശേരി ഊക്കം കൊണ്ടുവരണം, ആളോട് കൊടുക്കാൻ. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വന്ന് ഈ കുളത്തിൽ കിടന്ന് കുത്തി പറയുന്നത് കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ വല്ലതുകൊണ്ട് അല്ലേ? ആ പിള്ളേർ പറഞ്ഞു പോയത് ഞാൻ അവരെ പിടിച്ച് തല്ലുവന്നു. ഞാൻ മീനായിട്ട് വന്നവർ ചുണ്ണാണ്ട് കഴിച്ചു പറഞ്ഞു. അല്ല, കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ അതുങ്ങളെ തന്ത എന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടില്ലേ അതുങ്ങൾ വളരുന്നത്? എന്തെല്ലാം കഥകളാ എന്നെ കുറിച്ച് പരക്കുന്നറിയാമോ? ഒരു 100,000 കഥകൾ. ഇതിനകത്ത് ഒരു കഥ എന്നാന്നറിയാം, ഞാനേ ശിവന്റെ മകനാണ്, വടക്കേടം പുറ. പിന്നെ വേറൊരു കഥ, പണ്ട് ഞാൻ കോഴി പൊട്ടിക്കാൻ വന്നപ്പോ ചോഴന്മാർ എന്നെ പിടിച്ച് ഉപ്പത്തൊട്ട് സത്യം ജയിച്ച് ഇവിടെ കാവല് നിർത്തിയതാണ്. കേട്ടോണേ. പിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വേറൊരു കഥ, തലയ്ക്ക് പൊടികൊണ്ട്. അതെന്താ? പണ്ട് മേലാന്മാരും തമ്പുരാക്കന്മാരും പോക്കൃത്തരം കാണിച്ചപ്പോ അവർക്ക് നേരെ വിരൽ ചൂണ്ടിയ ഒരു അച്ഛനപ്പന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ തല്ലിക്കൊന്നും തലവെട്ടി പാടത്തും വരമ്പത്തും ചവിട്ടി താഴ്ത്തി. എനിക്ക് അവരുടെ വീരാണ്. അത് വിശ്വസിക്കാനേ എനിക്ക് ഇല്ലെന്നേ. അതൊക്കെ ചുമ്മാ പറയുന്നത്. ഞാൻ ഇന്നവരാരും തല്ലിയിട്ടുമില്ല, കൊന്നിട്ടുമില്ലെന്ന് പേടിപ്പിച്ചിട്ട് പോലും ഇല്ലെന്ന്. എന്റെ പണി അതല്ലെന്ന്. ഞാനേ കാവല, എന്റെ തറയുടെ കാവല്, എന്റെ ഈ മക്കളുടെ കാവല്, എന്റെ ഊരിന്റെ കാവല്. ഞാനേ കാവല. എന്റെ ഭക്തജനങ്ങൾ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കുള്ള നേർച്ചയും കൊണ്ടുള്ള വരവായി.
എന്നിട്ട് എന്നോട് കാണിച്ചത് ഓർക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞുകാര് വരുന്നുണ്ട്. അറിയാല്ല, ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു പശുവ. അതിനെ ചെന പിടിപ്പിക്കണെന്ന് ചങ്കലച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാ ആ കുഞ്ഞമേലത്തന്റെ കയ്യിൽ ഞാൻ നേർച്ചക്കാശ് കൊടുത്തത്. എന്നിട്ട് ആ കാശിന് കള്ളും കോഴിയും മേടിച്ച് മൂച്ചേച്ചു ഇരിക്കണ ഇരിപ്പ് അറിഞ്ഞ മൂന്നാമത്തെ ദിവസം വേറെ 3-3 അന്ന് എന്നെ പശു ചത്ത മലച്ച് താനെ ഇവിടെ ഇങ്ങനെ മീശയില് കാക്കത്തിട്ട് ഒലിപ്പിച്ച് ഈ ഉണ്ടപ്പോ കണ്ണൂരിട്ട് ഈ ഊത്തള വയറ് ചടിച്ചിവിടെ ഇങ്ങനെ ഇരുന്നു. ഏത് പിടിക്കത്തില്ല, ഒരു പട്ടിയെ തിരിഞ്ഞു നോക്കത്തില്ല. താനിങ്ങനെ വിളക്കം തിരി കിട്ടാതെ മുടിഞ്ഞ് കൊണ്ടോരടവി ഓടിക്കം വെച്ച് പോകുന്നു. നോക്കിക്കും, ഞാനാ പറയണം. എന്റെ മാട എണ്ണം കൊണ്ട് പറഞ്ഞു പോയതാ. എന്നാലും എന്നോട് കാണിച്ചത് ഇച്ചിരി ചതിയായി പോയേണ്ട. എന്റെ പശുവിനകത്ത് എന്റെ കാശും പോയി. അറിയാനോട് ഞാൻ എന്ന് പറയുന്നേ. എന്റെ പിള്ളേരെ ഞാനിനി എങ്ങനെ വളർത്തോ എന്നെ തമ്പുരാനെ എനിക്ക് അറിയാന്നേലേ. ഇതിനെല്ലാം കാരണക്കാരനെ ആ കുഞ്ഞമ്പലത്താൻ ഒറ്റ ഒരുത്തനെ കഴിവറ മോനക്കണ്ട് 2 പറയുന്നത് അണിമവിദ്യ പ്രയോഗിച്ച് പുറപ്പെടുക തന്നെ. തകത്തിത്താം ദഗർദുകു തക ധീക്കു ധീക്കു തക ധീക്കു ധീക്കു തക ധീക്കു ധീക്കു തക ധീകി തക ധിത്തി തകത്തിത്താം ദഗത്തിത്താം ദഗത്തിത്താം ദഗർദുകു തക ധീക്കു ധീക്കു തക ധീക്കു ധീക്കു തക ധീക്കു ധീക്കു തക ധികി തക ധിത്തി തകത്തിത്താം ദഗത്തിത്താം ദഗത്തിത്താം ദഗർദുകു തക ധീക്കു ധീക്കു തക ധീക്കു ധീക്കു തക ധീക്കു ധീക്കു തക ധികി തക ധിത്താം. മനസ്സിലായി ഇല്ലെന്നേ ഒന്നും മനസ്സിലായി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, എന്നെ കൊണ്ട് കുഞ്ഞു കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. വല്ല ചൊറിയോ ചെരങ്ങോ കുടിഞ്ഞോ അങ്ങനെ കൊച്ചു കാര്യങ്ങൾ. നീ എന്തിനാ ഈ എടുത്താപ്പോങ്ങത്തെ കാര്യങ്ങളൊക്കെ ചെന്ന് ഏറ്റെടുത്തത്? ഞാൻ എന്നെ അടുത്തന്നെ പറയുന്നത്. നീ ഒന്നും എടുത്തില്ലേ? ഇല്ലെന്നേ ഒന്നും എടുത്തില്ല. ഇല്ലപ്പാ. രാവിലെ പോലെ വൈകുന്നേരം വരെ എന്റെ കാലം കെട്ടുപിടി കിടന്ന പ്രത്യേകങ്ങളാ. രാവിലെ പോയിട്ട് വന്ന് പിന്നെ റസ്കി തരം വെട്ടി പിടിച്ചിട്ടാണ് പോകുന്നത്, അറിയാമോ? അത് നിങ്ങളുടെ കയ്യിലിരിക്കൊണ്ടായിരിക്കും. പശുവിന് ജനം പിടിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ആരെങ്കിലും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ചാരയെ മൂഞ്ചിയായിരുന്നു. പശുവിന് ജനം പിടിപ്പിക്കാൻ ഞാൻ കാളയാണോ? ഇവിടെ സമ്മതിക്കുകയല്ലോ, ഉറക്കത്തിൽ വിളിക്കുന്നത് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. കാശ് മേടിച്ചു. ഞാൻ മേടിച്ചു. ഈ നാട്ടിലുള്ള ഒറ്റ മഞ്ചൽ പറയല്ല, ഒരാൾ പറയല്ല. എന്റെ പെറ്റ തലയാണ് ഞാൻ മേടിച്ചത്. കാശ് മേടിച്ച് ചാരയെ ആര് പറയും? ഒരു ആര് എട്ടുമണ്ണികളോട് ഞാൻ പറഞ്ഞ അങ്ങനെയാണോ പിടിക്കുന്നത്? ഇങ്ങനെ അങ്ങനെ കാവറ്റില്ലാത്ത വിടും. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തല വെക്കുന്ന കവട്ട. ഇത് ശരിക്കും പറഞ്ഞോ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇത് കവട്ട. ഇങ്ങനെ തല വെച്ചു തല വെച്ചു ഇങ്ങനെ കിടക്കുന്ന സാധനം എന്റെ തോട്ടത്തിൽ കവട്ടയാണ്. നിന്റെ നോട്ടത്തിൽ കൊണ്ടുവരാ? അതെ, നിന്റെ നോട്ടത്തിൽ കൊണ്ടുവരാ? അതെ. പക്ഷെ ഞങ്ങൾക്ക് ഇത് കുരിശാണ്. കുരിശ് ആരാണ് പണി കാണിച്ചത്? ആരാണ് ഞങ്ങളെ മഴ പറഞ്ഞിട്ട് കുരിശാണ്? ഞങ്ങളെ ജനിച്ചു പോയി. പണി പാടില്ല.
പറയുന്നേ നമ്മുടെ മാടക എങ്ങനെയാടാ നമ്മുടെ മാടനായത്? അതെന്നെ സഹോദരൻ അങ്ങനെ പറയുന്നേ? നീ വേഷം കെട്ടെടുക്കരുത്. നീ പിന്നെ കുറിച്ച് ഞാനല്ല. നീയല്ലേ? അയ്യോ, സഹോദരൻ, എന്നാ കാര്യം? ഇവനല്ലെങ്കിൽ ഇവന്മാരെ പണി കാണിക്കുള്ളൂ. കൂട്ടത്തിന് ചാടത്ത് പോയി എവിടെ വെക്കണം? എന്റെ പൊന്നിന്റെ ഭക്തന്മാര് കാണിക്കുന്നതല്ലേ? ആണെന്നേ. നാട് മുഴുവൻ ഇപ്പൊ സ്റ്റിക്കറാ, സ്റ്റിക്കർ. ഇവിടെ അതല്ല. മാടൻ സ്വാമി ഈ വീടിന്റെ ഐശ്വര്യം, മാടൻ സ്വാമി ഈ പ്രസ്ഥാനത്തിന്റെ ഐശ്വര്യം, മാടൻ സ്വാമി ഈ വാഹനത്തിന്റെ ഐശ്വര്യം. എന്തിന്? ഇറച്ചിക്കടയ്ക്ക് വരെ ഇയാളുടെ പേരായിട്ടിരിക്കുന്നു. മാടൻ സ്വാമി ചിക്കൻ സെന്റർ. ഒരു ചിക്കന്റെ കാലത്ത് ഇങ്ങനെ കടിച്ചു പിടിച്ചോണ്ടിരിക്കുന്ന പടമുണ്ട്. നേരാണോടാ? ആ പടത്തെ കടിച്ചോണ്ടിരിക്കത്തേ ഉള്ളു. ഞാൻ അങ്ങോട്ട് നോക്കിയേ, ബസ് വരുന്നുണ്ട്. ആട്ടിലും ചക്രാന്തിലും ഒക്കെ ഒറ്റ ഒരെണ്ണം വന്നോണ്ടിരുന്ന ഇപ്പൊ 3 എണ്ണമുണ്ട്. തുടർമാടൻ, കാലമാടൻ, വെറും മാടൻ. ഉച്ചയ്ക്ക് വരുന്ന ടൊള്ളമാടനകത്ത് ഭയങ്കര ആളാ. അതന്നെ അന്നദാനം കയറ്റാൻ വരുന്നതാണ്. എല്ലാം മാടൻ സ്വാമിയുടെ ലീലാവിലാസങ്ങൾ. എടാ കുഞ്ഞാ, എന്നാ ശരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് എന്റെ ശക്തി ചൈതന്യം കൊണ്ട് തന്നെ ആണെങ്കിലോ? ഓപ്പ എടോ, ഈ ഭക്തി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ദിനേശ് വീടി പോലെയല്ല. MDMA തോറ്റു പോകും. MDMA അതെന്നതാണ്? ഇനി അതെന്നാന്ന് പറഞ്ഞു തന്നിട്ട് വേണം അത് മേടിച്ചോണ്ട് വരാൻ പറയാം. പറയാം, ഈ ഭക്തി എന്ന് പറയുന്ന സാധനം എത്ര വലിയവനാണേലും അവന്റെ ഉള്ളിലോട്ട് ശകലം എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉടുതുണി വരെയായിരുന്നു നേരത്തെ ഇട്ട് കളയും. അറിയാമോ? ഓരോ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോ വല്ലാതെ പേടി തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര പേടി തോന്നടാ. എന്റെ മുത്തേ, നാട് മുഴുവൻ പേടിയുടെ പിടിയില്ല. എല്ലാവർക്കും ദൈവ പേടിയാ. ഇത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിക്കൈയൊക്കെ വേണം. അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കണം, കൂട് വിട്ട് കൂട് മാറണം, ഫയർ എസ്കേപ്പ്, തീ വിഴുങ്ങല്. പറ്റുമെന്നുണ്ടെങ്കിൽ ഇയാളെ ഈ ശില്പം നിന്നൊന്ന് വിയർക്കണം. അതിങ്ങനെ കുപ്പിയിലാക്കി വിറ്റാ മതി, നല്ല കാശ് കിട്ടും. എത്ര പേര് രക്ഷപ്പെടുന്നു? വേറെ കേസ് പറയാം. രക്ഷപ്പെടുന്നില്ലേ? ഓരോരുത്തർക്ക് രക്ഷപ്പെടുന്ന എങ്ങനാ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി കടയിരിക്കുമ്പോഴേ അടിക്കുക. അപ്പൊ 2 പ്രമാണിമാര് ഭക്തന്മാരാ. അവര് പറയുന്നത് ഇയാളുടെ പേരിൽ ഒരു പത്രം ഇറക്കിയാൽ കൊള്ളാം. ആ പത്രം മേടിച്ച് വായിച്ചിട്ട് നിലത്തിങ്ങനെ വിരിച്ചിട്ട് അതെ കമന്ന് കിടന്നാൽ മതി, ഗർഭം ഉണ്ടാകുമെന്നാ പറയുന്നത്. അത് കലക്കി വൈകിട്ട് പോയിട്ട് നല്ല വൈകാൻ നാട്ടുകാർക്ക് മുഴുവൻ ഗർഭം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയല്ലേ എനിക്ക്. ഇവിടെ പട്ടിണി ആയിരുന്നെങ്കിൽ ഇത്രയും നാളെ മനസമാധാനം ഉണ്ടായിരുന്നു. എന്റെ സ്വത്തത സമാധാനം മൊത്തം പോയല്ലോ. കേറി വരുന്ന സൗഭാഗ്യത്തെ ഒന്ന് തട്ടിമറിച്ച് കളയരുതേ. പഴയ മാറനാണോ? അല്ല, അല്ലേ? അതല്ലേ. മുഖമൊക്കെ മാറി തുടുത്ത് കേട്ടോ, നിറമൊക്കെ മാറി തുടങ്ങുന്നുണ്ട് കേട്ടോ. നീല 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 നിറമായി. അയ്യോ കണ്ടാൽ അറിയണവനാ. ഞാൻ ഈ മണ്ണിന്റെ മകനാണ്. കള്ളക്കോഴിച്ച് ചേട്ടത്തിക്ക് വേണ്ടി പ്രസംഗിക്കുന്നതാ. പട്ടി കാടുവശം പോലെ എന്റെ ദൈവത്തിന്റെ കള്ളുകോഴിയാടാ. ഞാൻ നിന്റെ പായസവും പടുത്താറുമല്ല. എന്റെ ദൈവത്തെ നീയൊക്കെ കത്തെടുത്തില്ലടാ. ഇന്ത്യയൊക്കെ ദൈവം കല്ലിലാ, കല്ലിൽ. എന്റെ ദൈവം എന്റെ ചണ്ടിലാടാ, ചണ്ടിൽ. കാണാടാ അല്ലേ ചരിത്രം ഇങ്ങനാണ്. നിനക്കൊക്കെ പിന്നെയും നടിച്ചുള്ള ചരിത്രമേ ഉള്ളൂ. എന്റെ മാടാ, എന്റെ ദൈവം, എന്റെ കണ്ണീര് കാണുന്നില്ലേ? എന്നിട്ട് മക്കളെ കാണുന്നില്ലേ? എന്റെ കൺമുന്നിൽ വാ, കൺമുന്നിൽ വരാൻ കാട് കടന്നു വാ.
കടലിൽ കടന്നു വാ. എന്റെ വിളിപ്പുറത്ത് വരാൻ എന്റെ പ്രസംഗിക്കുന്നതാ.
എന്നെ ഒന്ന് ചേർത്ത് പിടിക്കൂ എന്റെ പൊന്നേ എന്റെ ദൈവമേ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കൂ എന്റെ ദൈവമേ എന്റെ മാടാ എന്റെ മാടാ സമയം കൂടി നിങ്ങളൊന്നിരിക്കണം. പ്രിയമുള്ളവരെ, വലിയ സന്തോഷമുണ്ട്. വലിയൊരു ജനാവലിയുടെ മുന്നിൽ അതൊരു അമ്പലമുറ്റത്ത് ഇങ്ങനെ വന്ന് നാടകം കളിക്കാൻ കഴിഞ്ഞത്. അത് വെറുമൊരു അമ്പലമുറ്റമല്ല. കേരളത്തിൻ്റെ നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും ഒക്കെയുള്ള ആളുകൾ പകർന്നു തന്ന ഊർജത്തിൻ്റെ പിൻബലം പറ്റുന്ന ഒരു വലിയ നാട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് വെറും വാക്ക് പറഞ്ഞതല്ല. ഇതിപ്പോൾ 69ാമത്തെ വേദിയിലാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇന്നിവിടെ ഈ നാടകം അവതരിപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത കൂടി ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഗൾഫിൽ നിന്നാണ് എനിക്കൊരു കോൾ വരുന്നത്, ഈ നാടകം ക്ഷേത്രത്തിൽ അവതരിപ്പിക്കണമെന്ന്. അതിൻ്റെ തുകയൊക്കെ ഞങ്ങൾ പറഞ്ഞു, കുറച്ച് വലിയ തുക ചിലവാകുന്ന നാടകമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിപാട് പോലെ സ്പോൺസർഷിപ്പായി നടത്തുന്നതെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞില്ല, പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കി മറ്റൊരു മതവിശ്വാസിയാണ് തൻ്റെ വഴിപാട് പോലെ ഒരു ക്ഷേത്രത്തിൽ നടത്താൻ ശ്രമിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മനുഷ്യൻ എന്നുള്ള ബോധത്തിൻ്റെ, വിശ്വാസം എന്നുള്ള ബോധത്തിൻ്റെ സങ്കുചിതത്തിനപ്പുറം നിൽക്കുന്ന പിന്നീടാണ് ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നത്. അത്തരത്തിലുള്ളൊരു സവിശേഷമായ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന സവിശേഷമായ ഒരു ക്ഷേത്രത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നിപ്പോൾ തുടർച്ചയായി 5ാമത്തെ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഈ നാടകം കളിച്ചു വരുന്നത്. കേരളത്തിലെ ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ ഈ നാടകം കളിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതും കേരളത്തിൻ്റെ പ്രബുദ്ധ ജനങ്ങളുടെ ഒരു സവിശേഷമായ കഴിവിനെ അല്ലെങ്കിൽ ശേഷിയെ കാണിക്കുന്ന വലിയ സന്തോഷമുണ്ട്. 2025 നടന്ന സംസ്ഥാന അമച്വർ നാടക മത്സരത്തിൽ മികച്ച നടൻ, സംവിധായകൻ എന്നിങ്ങനെ 3 അവാർഡുകളാണ് ഈ നാടകത്തിന് കിട്ടിയത്. നടൻ ഇങ്ങനെ 3 അവാർഡുകളാണ് കിട്ടിയത്. ഈ നാടകത്തിൻ്റെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ശ്രീ ജോബാണ്. ജോബിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജോബിന് സംസാരിക്കാൻ വയ്യാത്ത ശബ്ദത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ജോബ് സംസാരിക്കുന്നില്ല. ഞാൻ ഈ സദസ്സിലുള്ള, ഈ വേദിയിലുള്ള ആളുകളെ പരിചയപ്പെടുത്താം. ഈ നാടകത്തിൻ്റെ ലൈറ്റ് സംവിധാനം വളരെ സവിശേഷമായ ലൈറ്റ് സംവിധാനമാണ് നിങ്ങൾ കണ്ടു. സാധാരണ നാടകത്തിൽ കാണുന്നതല്ല. ഇത് ഡിസൈൻ ചെയ്തതും ഇത് ഒരുക്കിയിട്ടുള്ളത് സനേഷാണ്. സനേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ നാടകത്തിന് സംഗീതം നിർവഹിച്ച പ്രശസ്ത സംഗീത സംവിധായകനും നാടൻപാട്ട് കലാകാരനും ഗവേഷകനുമായ രാജഗോപാലാണ് അദ്ദേഹം എത്തിയിട്ടില്ല. അതിവിടെ ക്രമീകരിച്ചത്, എക്സിക്യൂട്ട് ചെയ്തത് 6ാം ക്ലാസ് മുതൽ ഞങ്ങളോടൊപ്പം പിന്തുടരുന്ന നന്ദുവാണ്. നന്ദുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുക. ശബ്ദക്രമീകരണങ്ങൾ ഇത് ഗംഭീരമായി ഇത്രയും വലിയൊരു ഗ്രൗണ്ടിൽ ശബ്ദം എത്തിക്കുക ഇത്രയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുത്തിയ ഞങ്ങളുടെ സുഹൃത്ത് ധനേഷ് ഇതിലേക്ക്. സില്ല SG കോളേജിൽ നിന്നും കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് മലയാളം MA പരീക്ഷയ്ക്ക് 3ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനി കൂടിയാണ്. നിതയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ചലച്ചിത്ര താരമാണ്. ഒട്ടേറെ കോമഡി സീരിയലുകളോട് നിങ്ങൾക്ക് പരിചയമുണ്ട്. ഈ വർഷത്തെ ശാന്താദേവി പുരസ്കാരം ലഭിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകയാണ് അശ്വിൻ കൈരളിയാണ് ഇതിൻ്റെ കോർഡിനേറ്ററായി ഈ പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. ദിവ്യ തമ്പൊരു സർക്കാർ ജീവനക്കാരിയാണ്, വണ്ടാനം നിവാസിയാണ്. കണ്ണനും ഫൈസലും ചേർന്നാണ് ഈ സെറ്റ്. നിങ്ങൾ കണ്ടല്ലോ ഈ സെറ്റിൻ്റെ ഒരു സവിശേഷത. ഇന്ന് വെളുപ്പിനെ 4 മണിക്കാണ് ഇവരിവിടെ എത്തിയത്. 4 മണി മുതൽ 10 മണി വരെ സെറ്റ് ഡിസൈൻ ചെയ്തത് പൂക്കാടാണ്, നിതീഷ് പൂക്കാട്, കോഴിക്കോടുകാരാണ്. അത് ഈ ഇതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇവർ 2 പേരും ചേർന്ന വെളുപ്പം കാലം മുതൽ തുടങ്ങിയ ജോലിയാണിവർ. രാത്രി ഉറക്കം നിന്നാണ് ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നത്. ജോബിനെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണ്. ഈ നാടകം ഇന്ന്
ഒരു അമച്ചൂർ നാടകം പരമാവധി പോയാൽ 4 5 വേദികളിൽ കളിച്ച് അവസാനിപ്പിക്കലാണ് പതിവ്. ഇത് 69 വേദികളിലേക്ക് പോകുന്നതിൻ്റെ പിന്നിലെ നാട്ടിലായി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. പ്രത്യേക സിനിമകളൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നത്. ഇന്നൊരു പ്രത്യേകത കൂടിയുള്ള ഈ ദിവസത്തിന് മലയാളം കണ്ട ഏറ്റവും വലിയ മഹാനടനായ കലാഭവൻ മണിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഏർപ്പെടുത്തിയ അവാർഡിന് അർഹനായ ആൾ കൂടിയാണ്. മഴ പെയ്യുന്നത് ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്താം. മാടൻ, ഞങ്ങളുടെ സ്വന്തം മാടൻ, ഈ നടയിലിരിക്കുന്ന ശക്തനായ ദൈവത്തിൻ്റെ പ്രതിരൂപമായി ഞാടൻ ഞങ്ങളുടെ മുന്നിൽ അവതരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ വിഗ്രഹം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വിവരം കിട്ടി. ഈ രൂപത്തിൽ, ഈ കുടവേറക്കോടുകൂടി ആശാൻ ഞങ്ങളുടെ ശിവനയോധ്യ 1986 ക്രിസ്തുവിൻ്റെ 6ാം തിരുമുറിവ് എന്ന നാടകത്തിൽ ക്രിസ്തുവായി വേഷമിട്ട ആളാണ്. അദ്ദേഹം വന്ന് ജയിലിൽ ആ നാടകം കളിച്ച് ജയിലിൽ പോയ ആളാണ്. സജു KPSC ഞങ്ങളുടെ ദീർഘകാലമായി ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്. ചെണ്ട കൈകാര്യം ചെയ്ത് സുജിത്താണ്, കുട്ടനാട്ടുകാരനാണ്. ഇത് പ്രവീൺ, നമ്മുടെ പ്രമോദ് വെള്ളിനാടിൻ്റെ മകൻ കൂടിയാണ്. പ്രിയാച്ചനാണ് ഈ സെറ്റിൻ്റെ ചുമതലക്കാരൻ. ഈ നാടകത്തിൽ സുനിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ആളാണ്. ലൈറ്റിൻ്റെ സഹായം 2 പേരുമുണ്ട്, അശ്വിനും ആരോമലും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. നിങ്ങളുടെയൊക്കെ അഭിപ്രായം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ മഴ എന്തായാലും ഇത്രയും നേരം മാടൻ്റെ കരുത്തുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും നേരം മഴ മാറുന്നത്. സന്തോഷം. 2 പ്രത്യേകത. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ സഹായിച്ച അല്ലെങ്കിൽ കളമൊരുക്കിയ ഇതിൻ്റെ ഭരണസമിതി, രഞ്ജിത്ത്, ഷൈജു, നേരത്തെ പറഞ്ഞ ഷൈജു, രഞ്ജിത്ത്, അങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഗൾഫിലെടുത്തൊരു പക്ഷേ ഷൈജു ഈ നാടകം ഓർത്ത് വീപ്പ് കൂട്ടുന്നതായിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി ഇത് വീഡിയോ അയക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ കേട്ടത്. എന്തായാലും ഷൈജുവിനും രഞ്ജിത്തിനും ഇതിൻ്റെ പ്രസിഡന്റിനും ഭാരവാഹികൾക്കും എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്.